ഈ വർഷം പുറത്തിറങ്ങിയ ഇന്ത്യൻ സിനിമകളിൽ വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് സ്ക്രീൻ പ്ലേ ഉള്ള പടമാണ് കിഷ്കിന്ദ കാണ്ഡം. ബ്രില്യൻ മേക്കിംഗ് ആൻഡ് ബ്രില്യൻ റൈറ്റിംഗ്. ഹു ഹാസ് ഡൺ ഇറ്റ് എന്ന് പറയുന്ന ഒരു മിസ്റ്ററി ത്രില്ലർ മോഡിലുള്ള സാധനമാണ്. എന്താണ് ഇവിടെ നടക്കുന്നത്, സിനിമയുടെ പ്ലോട്ട് എന്താണ് സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് സിനിമ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ ഒരുപാട് മിസ്റ്ററീസ് നൽകി, ഒരുപാട് ക്വസ്റ്റ്യൻസ് നൽകി ഇങ്ങനെ കൊണ്ടുപോകും. അവസാനത്തെ ഒരു പോർഷനിൽ എല്ലാത്തിനുള്ള ഒരു ഉത്തരമുണ്ട്. അത് കഴിഞ്ഞ് സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി നമ്മളൊന്ന് ആദ്യം തൊട്ടൊന്ന് റീവാമ്പ് ചെയ്ത് നോക്കുമ്പോഴാണ് ഓക്കെ ഇങ്ങനെയായിരുന്നു സംഭവങ്ങളെന്ന് പറഞ്ഞാൽ അവർ എൻ്റയർ ഫിലിം മുഴുവനായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരുന്ന രീതിയിലുള്ളൊരു പടം. ഈ ചില കൊറിയൻ ഡാൻസ് ദെൻ സ്പാനിഷ് മൂവീസിലൊക്കെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണാറുണ്ട്. ആ രീതിക്കുള്ളൊരു പടം. എങ്ങനെയാണ് ഈ അടുത്ത് റീസെൻ്റ്ലി മഹാരാജ എന്ന പടം അതിൻ്റെ സ്ക്രീൻ പ്ലേ വെച്ചിട്ട് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തു. അതേപോലെ തന്നെ ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ അടുത്തായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന സിനിമകളിലൊന്നായിരിക്കും കിഷ്കിന്ദ കാണ്ഡം. ഒരുപക്ഷെ ചിലപ്പോൾ OTT റിലീസൊക്കെ വരുമ്പോഴായിരിക്കും കുറേ കൂടി വൈഡർ ഓഡിയൻസിലേക്ക് ഇത് എത്തുന്നുണ്ടാവുക. തിയേറ്ററിലൊക്കെ ആൾ കുറവാണ്. എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ ഇങ്ങനെ അധികം സിനിമകൾ നമുക്ക് കിട്ടാറില്ല. ഇതൊക്കെ പോയി സപ്പോർട്ട് ചെയ്യാൻ വേണം. കാരണം ഇതിൻ്റെ ബലം ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്, അതിനവർ കൊടുത്തിട്ടുള്ള സപ്പോർട്ടാണ്, ഇതിലെ സപ്പോർട്ടിങ് കാസ്റ്റാണ്. ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റ് ഈ സിനിമയ്ക്ക് കിട്ടുമെന്ന് വേറെ സംശയമാണ്. അത്ര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് എല്ലാ ക്യാരക്ടേഴ്സിനും ആ ഒരു ടെറൈനും ഈ സിനിമയിൽ കുറേ കുരങ്ങന്മാരുണ്ട്. അവർക്കടക്കം എന്തെങ്കിലുമൊക്കെ ഒരു ഈവൻ കുറേ പുല്ലും ചെടികളൊക്കെ ഉണ്ടാവില്ല ഒരു കാട്ടിനകത്ത്, അതിനടക്കം ഒരു കഥ പറയാനുണ്ട്, ഒരു പർപ്പസ് ഉണ്ട് ഈ സിനിമയിൽ. സോ സിനിമയിൽ വന്നു പോകുന്ന ഓരോ സീക്വൻസുകളും ഓരോ ഡയലോഗും ഒരു സീൻ പോലും അനാവശ്യമായിട്ടില്ലാതെ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ള സാധനം. ഇതിൻ്റെ ഈ മൊത്തം പടത്തിൻ്റെ ഇടയിൽ കൂടെ ഈ ഇൻഡസ്ട്രിയലറിലെ ഡോക്കിംഗ് സീക്വൻസ് ഇല്ല, അതിനിടയിൽ വരുന്ന ഹാൻഡ് സെമർ ചെയ്തിട്ടുള്ള സാധനമുണ്ട്. അതിനായിട്ട് ഒരുപാട് റിസംബ്ലൻസ് തോന്നുന്ന രീതിയിലുള്ളൊരു BGM ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ അതിൻ്റെ കോപ്പിയടി എന്നല്ല ഞാൻ പറയുന്നത്, അതേ മോഡലുള്ള സാധനമാണ്. പക്ഷേ ഈ പടത്തിൽ ഇതിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇതിൻ്റെ ആ ഒരു ആംബിയൻസ് ഫില്ല് ചെയ്യാൻ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ട് നമ്മൾ ആ ഒരു അതിലേക്ക് മുഴുകിപ്പോവും. ആദ്യമൊക്കെ സിനിമയിൽ കുറേ സാധനങ്ങൾ കുറേ കാര്യങ്ങൾ കുറേ ക്യാരക്ടേഴ്സ് വന്നു പോകുന്നുണ്ടെങ്കിലും ഇതെല്ലാം കൂടി കൺവേർട്ട് ചെയ്ത് ഈ ഒരു 3 പേരിലേക്ക് എത്തുന്ന ആ ഒരു പോയിന്റിൽ സിനിമ എങ്ങനെ പോയാലും നമ്മൾ ഞെട്ടിക്കോ, ഒരിക്കലും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനമല്ല. സോ അതുകൊണ്ട് ബ്ലാങ്ക് മൈൻഡോടെ പോവുക, എന്താണ് നടക്കുന്നതെന്നൊന്നും അറിയാതെ, സിനിമയുടെ കഥയെപ്പറ്റി ഒന്നും അറിയാതെ, ഒരു പ്ലോട്ട് പോലും അറിയാതെ, ട്രെയിലർ പോലും കാണാതെ വേണം ഈ സിനിമയ്ക്ക് പോകാൻ. എനിക്ക് പറയാനുള്ളത് അറിയുമെങ്കിലും ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യലും അങ്ങോട്ട് ഇങ്ങനെ ചർച്ച ചെയ്താലും നമുക്ക് കിട്ടില്ല. ആ രീതിക്കുള്ള സെറ്റപ്പാണ് സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ സിനിമ കണ്ടു കഴിഞ്ഞ് നമ്മളെ പിന്നെയും ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള പടങ്ങളാണ് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സിനിമകൾ. ഒന്നും കൂടി നമ്മൾ കുറേ ഇപ്പോൾ വേണമെങ്കിൽ ദൃശ്യം മോഡൽ പടന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമകൾ വെച്ചിട്ട് വേണമെങ്കിൽ റെഫറൻസുകളൊക്കെ പറയാം. പക്ഷേ ആ രീതിക്കുള്ളൊരു പടമല്ല. ഇതിൻ്റെ അടിയിൽ ഒരുപാട് ലേയേഴ്സ് ഉണ്ട്. എന്തിനായിരുന്നു എന്നുള്ളൊരു സാധനം അത് നമുക്കിങ്ങനെ വിട്ടു തന്നിരിക്കുകയാണ്. അത് പക്ഷേ ഓപ്പൺ എൻഡിങ് അല്ല, എല്ലാ ഉത്തരവും സിനിമയ്ക്കകത്ത് തന്നെയുണ്ട്. സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുന്ന നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാം കൂടി കിട്ടുന്ന രീതിയിലുള്ളൊരു സാധനം. സോ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആൻഡ് ഇത് വലിയ റിസപ്ഷൻ ഈ സിനിമയ്ക്കില്ല. ഈ സിനിമ സപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. സോ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കണ്ടുവെക്കുക. ഒരു നല്ല മാർഗ എക്സ്പീരിയൻസ് ആയിരിക്കും. കൂടുതലൊന്നും ഞാൻ ഈ സിനിമയെ പറ്റി പറയുന്നില്ല, കാരണം ഇതിനെപ്പറ്റി എന്ത് പറഞ്ഞാലും അത് ചിലപ്പോൾ അതിൻ്റെ ആസ്വാദനത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരുടെ പെർഫോമൻസിനെ പറ്റിയോ ഇതിൽ പ്രധാന കുറച്ച് കാസ്റ്റിൻ്റെ ആക്ടിങ് പൊട്ടൻഷ്യലിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല, എടുത്ത് പറയണമെന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ആ ഒരു ക്യാരക്ടറിലേക്ക് മാത്രം ചിലപ്പോൾ നമ്മൾ ഉറ്റു നോക്കും. അങ്ങനെ പോയാൽ ഇതിൻ്റെ ചിലപ്പോൾ ഒരു ആസ്വാദനത്തെ ബാധിക്കും. സോ ഒന്നും അറിയാതെ ബ്ലാങ്ക് മൈൻഡോടെ കാണുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഗംഭീരമാണ്, ഒരു മസ്റ്റ് വാച്ച് ആയിട്ടാണ് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ്. പ്രത്യേകിച്ച് ഈ രീതിയിലുള്ള സ്ക്രീൻ പ്ലേ ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ ഭയങ്കര മിസ്റ്ററി ഡ്രാമ മോഡിലുള്ള സാധനങ്ങൾ ഒരു തരത്തിൽ നമുക്ക് പിടികെട്ടാത്ത രീതിയിലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അല്ലാണ്ട് ഇതിൽ സിനിമാറ്റിക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ പാക്ഡ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പോലീസ് സ്റ്റോറിയും നല്ലത് ഇതെന്താണെന്നുള്ളത് കണ്ടുവെക്കുക, കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഓൾറെഡി ഈ സിനിമ നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോകൾ വീണ്ടും കാണാം. നന്ദി.